സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ്, ബുദ്ധിക്ക് നല്ലതാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ലതാണ്, ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. ഇത് വൈകുണ്ഠത്തിൽ നിന്ന് തന്നെ ഭഗവാന്റെ അരുളപ്പാടുണ്ടാവുകയാണ്, ഞാൻ വരും. നമ്മൾ ഗരുഡനെ കാണാറുണ്ട്. ആ ഞാൻ വന്നതിന് ശേഷം പ്രതിഷ്ഠ കഴിച്ചാൽ മതി എന്ന് പറയണം. ഒരു വല്ലാത്ത അനുഭവമാണ് അവിടെ ചെന്നപ്പോൾ നൽകുന്നത്, വല്ലാത്ത അനുഭവം. നമസ്കാരം. കൈപ്പേശ്ശേരി കോയന്നമ്പലി. ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറി തിരുവാണിയൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തില് ശ്രീ ഗരുഡ മഹാവിഷ്ണു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നൊരു അമ്പലമുണ്ട്. ഞാൻ എന്താ ഈ അമ്പലത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, വളരെ അതിഗംഭീരമായൊരു ഐതിഹ്യത്തിന്റെ പിൻബലത്തോട് നിൽക്കുന്നൊരു ക്ഷേത്രമാണ്. ഒരിക്കൽ അവിടുത്തെ തന്ത്രി ക്ഷേത്രത്തിൽ വന്ന് കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അദ്ദേഹം കുളിച്ചു പൊങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മരത്തിന്റെ അല്ലെങ്കിൽ മരം കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടി, അടി കൊണ്ട് നിർമ്മിച്ച ആ പെട്ടിക്കകത്ത് 3 വൈഷ്ണവ വിഗ്രഹങ്ങൾ കാണുകയും അതിനകത്ത് ഏറ്റവും ചെറിയതായി നിൽക്കുന്ന ഏറ്റവും ചെറിയ വിഗ്രഹം എടുത്ത്, ശ്രീകൃഷ്ണ വിഗ്രഹം, അവിടെ പ്രതിഷ്ഠ കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ അവിടെ മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ആചരണം നടക്കുന്ന അമ്പലമാണ്. ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രം കൂടെയാണ്. അത് നമ്മളൊന്ന് ചെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന അത്രയും ശക്തമായി നിൽക്കുന്ന ഒരു ക്ഷേത്ര പരിസരം കൂടെയാണ്. അപ്പൊ അങ്ങനെ ഈ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ കഴിക്കാൻ തീരുമാനിച്ച വഴി ഈ തന്ത്രിക്ക് ശരിക്കൊരു അരുളൽപ്പാടുണ്ടാവുകയാണ്, ഈ ഗരുഡൻ വന്നിരുന്നതിന് ശേഷമാണ് പ്രതിഷ്ഠ കഴിക്കാവൂ. അങ്ങനെ അത് ഭയങ്കര സംഭവമായിപ്പോയി. ക്ഷേത്രോപദേശകരും തന്ത്രിയും മേൽശാന്തിമാരും ഉപതന്ത്രിമാരും ഒക്കെ ഇങ്ങനെ കാത്തിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ ഗരുഡനെ കണ്ടില്ല. അപ്പൊ ഇവര് തോന്നലാകുമെന്നൊക്കെ ധരിച്ച് അവര് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ അങ്ങ് കഴിച്ചു. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് ജീവകലശമൊക്കെ ആടി പൂജ പൂർത്തിയാക്കി ശ്രീഭൂതബലിയൊക്കെ നടത്താമെന്ന് വിചാരിച്ച് തന്ത്രി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശക്തമായി നിൽക്കുന്ന ചിറകടികൾ കൊണ്ട്, ശക്തമായി നിൽക്കുന്ന ഒരു വളരെ എന്താ പറയുക, കൊടുങ്കാറ്റ് പോലെ ഒരു കാറ്റിന്റെ ശക്തമായി നിൽക്കുന്ന ഒരു പ്രകരണം ഭൂമിയിലും പ്രകൃതിയിലും വന്ന് ഇങ്ങനെ പ്രകൃതി തന്നെ ആടി ഉലഞ്ഞൊരു സംഭവം. അങ്ങനെ ഒരു ചിറകടി കേട്ട് എല്ലാവരും നോക്കിയപ്പോൾ എന്താ പറയാ, ശ്രീകൃഷ്ണപ്പരുന്ത് അവിടെ വന്നു. അരുളപ്പാട് എങ്ങനെയാണോ അതുപോലെ തന്നെ ശ്രീകൃഷ്ണപ്പരുന്ത് അവിടെ പ്രത്യക്ഷമായി. ഇപ്പോൾ ഉള്ള ശ്രീകോലിന്റെ 28ാമത്തെ കഴുക്കോല് കന്നിരാശി പദത്തിലാണ് ശ്രീകൃഷ്ണപ്പരുന്ത് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് എന്താ ചെയ്യുക, തന്ത്രിക്ക് ആകെ സംഭ്രമായി. ഈ പ്രതിഷ്ഠ കഴിഞ്ഞ സമയമാണ്. അതിന്റെ കുറെ കലശത്തിന്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. കലശത്തിന്റെ കുടത്തിലുണ്ടായിരുന്ന ബാക്കി ജലങ്ങൾ എന്ന് വേണേൽ പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ഈ ശ്രീകൃഷ്ണപ്പരുന്തിനെ അഭിഷേകം ചെയ്തു. പെട്ടെന്ന് തന്നെ നാളികേരം ഇരിപ്പുണ്ടായിരുന്നു. ആ നാളികേരം വെട്ടിമുറിച്ച് നാളികേരം കൊണ്ട് അഭിഷേകം ചെയ്ത് ആ പ്രതിഷ്ഠ അവിടെ നടത്തി. അങ്ങനെ ഗരുഡൻ പ്രത്യക്ഷപ്പെട്ട് പ്രതിഷ്ഠയായി നിൽക്കുന്ന അമ്പലവും കൂടിയാണ് ഈ ശ്രീ ഗരുഡ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. മഹാവിഷ്ണു മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണു ഭഗവാനും ഉണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട്, ഗരുഡനും ഉണ്ട്. അതായത് ഭഗവാന്റെ അതായത് വൈകുണ്ഠത്തിൽ നിന്ന് തന്നെ ഭഗവാന്റെ അരുളപ്പാടുണ്ടാവുകയാണ്, ഞാൻ വരും. നമ്മൾ ഗരുഡനെ കാണാറുണ്ട്. ആ ഞാൻ വന്നതിന് ശേഷം പ്രതിഷ്ഠ കഴിച്ചാൽ മതി എന്ന് പറയണ ഒരു സങ്കല്പം. അപ്പൊ അങ്ങനെ ഒരു ഐതിഹ്യമുള്ളൊരു അമ്പലം. അപ്പൊ ആ ഐതിഹ്യം അവിടെ ചെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അത് പറയാൻ തന്നെ, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയ്ക്ക് ഐതിഹ്യ പെരുമഴയോട് കൂടി നിൽക്കുന്ന ഒരു അമ്പലമാണ്. അപ്പൊ അങ്ങനെ അവിടെ കൊടിമരത്തോടു കൂടി വളരെ കേമായി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് അറിയാലോ, ഇപ്പൊ ഈ ഗരുഡന്റെ സാമീപ്യം, ഗരുഡൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പദോഷങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാണ്, ത്വക്ക് രോഗങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാണ്. അതുപോലെ തന്നെ സ്ഥലസംബന്ധിയായി നിൽക്കുന്ന സർപ്പദോഷങ്ങൾക്ക് പരിഹാരമാണ്. സർപ്പത്തെ കൊണ്ട് എന്ത് ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഗരുഡനെ പ്രാർത്ഥിച്ച് അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് അതിഗംഭീര, സംശയമൊന്നും വേണ്ട, അത്രയ്ക്ക് ഇതാണ്. എന്നാൽ സർപ്പക്ഷേത്രമല്ല, അതും കൂടെ പറയാം, സർപ്പക്ഷേത്രമല്ല, അത്രയും ശക്തമാണ്. അപ്പൊ അത് വളരെ, പിന്നെ ഈ മോഹിനി ചൈതന്യത്തോട് ഉൾക്കൊള്ളുന്ന മഹാവിഷ്ണു എല്ലാം നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. അതായത് എന്താ പറയണേ,
സമ്പത്തിലാണെങ്കിലും ഐശ്വര്യത്തിലാണെങ്കിലും പരമ്പരയുടെ നന്മയ്ക്കായാലും ശത്രുദോഷത്തിലാണെങ്കിലും ബന്ധുജന വിരോധങ്ങൾക്കായാലും ജീവിത ദുരിതങ്ങൾക്കാണെങ്കിലും സങ്കടങ്ങൾക്കാണെങ്കിലും എല്ലാം തികഞ്ഞ രണ്ടു പേരും അവരുടെ ഗരുഡനും കൂടെ ഇരിക്കണം. ഇവർ മൂന്ന് പേരും കൂടെ ഇങ്ങനെ കേമന്മാരായിരിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പൊ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും സർവ്വ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ശത്രുബാധകളും ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും എന്ന് വേണ്ട, അങ്ങനെ എല്ലാ ദുരിതങ്ങൾക്കും പൂർണ്ണമായി വിരാമം ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. ഗരുഡൻ അതിപ്രാധാന്യമുള്ളതാണ്. രാഹു സംബന്ധമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പ്രാധാന്യമാണ്. നമ്മളൊരു ക്ഷേത്രം എല്ലാ ക്ഷേത്രങ്ങളും ലോകത്തുള്ളവർക്ക് അറിയണം എന്നില്ല. ആ ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾക്ക് അവിടെ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടണം. അതുപോലെ തന്നെ അവിടെ അതിപ്രാധാന്യമായി നടക്കുന്ന ഗരുഡപഞ്ചാക്ഷരി ഹോമം എന്ന് പറയണേ ഈ പറയുന്ന ജനുവരി മാസം 25-ാം തീയതി അവിടെ നടക്കുന്നുണ്ട്. കാരണം ഗരുഡപഞ്ചാക്ഷര മന്ത്രം പറയാം. ഗരുഡപഞ്ചാക്ഷര മന്ത്രമാണ് നമ്മളിപ്പം പഠിക്കാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്വഭാവദോഷമുള്ള ആൾക്കാർക്ക്, മദ്യം കഴിക്കുന്നവർക്കൊക്കെ ഗരുഡപഞ്ചാക്ഷരി ജപിച്ച് നെയ്യൊക്കെ കൊടുക്കാറുണ്ട്. ഗരുഡപഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ സർവ്വ രോഗത്തിൻ്റെയും സർവ്വ അസുഖത്തിൻ്റെയും ഇപ്പം കൈവശം ഉണ്ടെന്നൊക്കെ പറയില്ല, അതിനൊക്കെ പൂർണ്ണമായ മാറ്റമുള്ള ഒരു സ്ഥലമാണ് ഗരുഡപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ. ആ ഗരുഡപഞ്ചാക്ഷരി കൊണ്ട് ഹോമം നടത്തുക, അതായത് സർവ്വ രോഗകലകളുടെയും അവസാനം എന്ന് പറയാവുന്ന ഒരു സ്ഥലം. എല്ലാ രോഗകലകളും, അതായത് രോഗദുരിതങ്ങൾക്കും ഇല്ലായ്മ ചെയ്യുക. അത് മാത്രമല്ല, ആ ക്ഷേത്രത്തിലൊരു ദർശനം പോലും അതീവ പ്രാധാന്യമാണ്. ജനുവരി മാസത്തില് ഗരുഡപഞ്ചാക്ഷരി ഹോമം, അതിൻ്റെ ആ കുറച്ചൊരു ഒരു ഹോമസംവാദം അല്പം നമുക്ക് സേവിക്കാൻ സാധിച്ചാൽ അത് വളരെ ഗംഭീരമാണ്, വളരെ കേമാണ്. ആ ഹോമസംവാദം സ്വല്പം കഴിക്കാൻ പറ്റിയാൽ, ആ ഹോമത്തിന്റെ ഭസ്മം അല്പം തൊടാൻ സാധിച്ചാൽ, അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഐതിഹ്യ പരമ്പര, 3 പേരുടെ പ്രതിഷ്ഠ, അതുപോലെ തന്നെ ഇവർക്കുള്ള കൊടിമരത്തോടു കൂടിയുള്ള പ്രതിഷ്ഠ, 1000 വർഷങ്ങൾക്ക് മുകളിലുള്ള പഴക്കം, പാരമ്പര്യം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത അനുഭവമാണ് അവിടെ ചെന്നപ്പോൾ നൽകുന്നത്. വല്ലാത്ത അനുഭവം. അതുപോലെ ഇങ്ങനെ അരുളപ്പാടുണ്ടായ ഒരു പ്രതിഷ്ഠ നടക്കുക, ആ പ്രതിഷ്ഠയ്ക്കൊരു ശ്രീകോല് വരിക, അത്രയും ഐതിഹ്യം ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാവുക. അപ്പൊ അതൊക്കെ വളരെ കേമായിട്ട് എനിക്കാണ് ഫലപ്രാപ്തി എനിക്ക് തോന്നിയത്. അപ്പൊ ഒരു തവണയെങ്കിലും നമുക്ക് തൊഴാൻ പറ്റുന്ന ഒരമ്പലമാണ്, കേരളത്തിലെ ഏറ്റവും നല്ല സങ്കല്പമാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ദർശനം നടത്തുന്നത് വളരെ കേമാണ്. നല്ല നല്ല ക്ഷേത്രങ്ങളിൽ തൊഴുമ്പോഴല്ലേ നല്ല നല്ല ഫലങ്ങൾ വരിക. എല്ലാ ക്ഷേത്രങ്ങളും നല്ലതാണ്, വളരെ കേമത്തമായ പ്രതിഷ്ഠയുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന ഗരുഡപഞ്ചാക്ഷരി ഹോമം നടക്കുമ്പോൾ ഒരല്പമെങ്കിലും ഹോമസംവാദം നമുക്ക് കഴിക്കാൻ പറ്റുവാണെങ്കിൽ, അല്പമെങ്കിലും ഹോമസംവാദം നമുക്ക് കുടുംബത്തിൽ കൊണ്ടാകാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഗംഭീരം തന്നെയാണ്. എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ്, എല്ലാ ദുരിതങ്ങൾക്കും നല്ലതാണ്, സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ്, ബുദ്ധിക്കും നല്ലതാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസവും നല്ലതാണ്, ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഈ ഗരുഡയെ ഒന്ന് തൊഴുന്നതും അല്ലെങ്കിൽ ഈ മോഹിനിയെ ഒന്ന് തൊഴുന്നതും, മോഹിനി സാന്നിധ്യമുള്ള മഹാവിഷ്ണു എന്ന് പറയണേ, വിവാഹാധികാരികൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾ, കുടുംബജന കലങ്ങൾക്ക് അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ തൊഴുന്നത് ഭയങ്കര കേമത്താ, ഭയങ്കര എന്താ പറയുക, ആകർഷണത്തിന്റെ ശക്തിയുള്ളതാണ്. എല്ലാ അഭീഷ്ടവും നൽകുന്ന ശ്രീകൃഷ്ണൻ. അപ്പൊ ഈ ക്ഷേത്ര സമുച്ചയം ഒന്ന് സന്ദർശിക്കാൻ പറ്റിയ കേമത്തമാണ്. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സംവദിച്ചത്. അപ്പോൾ ഭഗവാൻ ഈ ഗരുഡന്റെയും ശ്രീകൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.